നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ് കേട്ടോ. പെട്ടെന്ന് ഇരുന്നപ്പോഴത്തേന് ഈ പുറത്തു നിന്നപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈ പുറത്തേക്ക് പോകുന്നത് ഇന്ന് ദീപാവലിയൊക്കെ ആയതുകൊണ്ട് അവധിയല്ലേ, അപ്പോൾ പിള്ളേരെല്ലാം പുറത്തു നിന്ന് കളിക്കട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുകയാണ് എല്ലാവരും അവിടെ തന്നെ സേഫായിട്ടൊക്കെ ഉണ്ടോയെന്നും. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ പിള്ളേരെല്ലാം ഉണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാം ലീവ് ആകുമ്പോഴത്തേന് ഒരുമിച്ച് ഇറങ്ങി കളിക്കാറുണ്ട്. അപ്പോൾ അവരോട് കുറച്ച് സംസാരിച്ച് നിന്നിട്ട് ഞാൻ നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറും കേട്ടോ. കാരണം യാഷു ആണെങ്കിൽ നല്ല വിഷമത്തിലാണ്. ഇവരോട് പോയി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഒറ്റയ്ക്കങ്ങ് വിടാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല ഇവന്മാരുടെ കയ്യിലെല്ലാം പൊട്ടാസും തോക്കും ഒക്കെ ഉണ്ട് ദീപാവലി. അപ്പോൾ അതേ പുറത്തു പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ് എൻ്റെ കൊച്ചിങ്ങനെ മുഖത്ത് കാണിക്കുന്നത്. ഞാൻ പിന്നെ അതിനെ വിളിച്ച് അകത്ത് പോയി കുറച്ച് നേരം ഇവിടെ നിന്ന് ചേട്ടന്മാർ കളിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്നാലും ആളങ്ങോട്ട് സെറ്റായിട്ടില്ല. കളിക്കാൻ പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ് എൻ്റെ കൊച്ചിന്. അല്ലേ, അമ്മയുടെ കൂടെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വിടാറില്ല കേട്ടോ. അതൊക്കെ പോട്ടെ. എല്ലാവർക്കും എന്തുണ്ട് ദീപാവലിയൊക്കെ ആയിട്ട് വിശേഷം? ഇന്നലെ എല്ലാവരും വീട്ടിൽ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചാണല്ലേ. എനിക്ക് മാത്രം അതിനൊരു അവസരം കിട്ടിയില്ലാന്ന് വെക്കാനായിട്ട് ഇവിടെയുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഭയങ്കര സെലിബ്രേഷനായിരുന്നു. ഈ ഒരു കൊച്ചിന് പേടി കാരണം എനിക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര കരച്ചിലാട്ടോ ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. ഞാനും കൊച്ചും ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ പിള്ളേരും എല്ലാം അപ്പുറം എല്ലാ വീടുകളിൽ നിന്ന് എല്ലാവരും ഇറങ്ങി തിരിച്ചെല്ലാവരും വീട്ടിൽ കയറിയപ്പോൾ തന്നെ 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ഞാനും എൻ്റെ കൊച്ചും കൂടെ വീട്ടിലാഘോഷിച്ചു, പാട്ടും കഥയൊക്കെ പറഞ്ഞ്. അല്ലാതെ എന്ത് ചെയ്യാനാണ്. എന്നെ സംബന്ധിച്ച് ദീപാവലി ഭയങ്കര സെലിബ്രേഷനായിട്ട് നടത്തുന്ന ആളല്ല. വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പടക്കവും പിന്നെ ഈ ഇലയപ്പം, വയനയിലയപ്പം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് ആ ഒരു ഡേ ഭയങ്കര അടിപൊളിയാട്ടോ. ഈ കാർത്തിക ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഈ ലൈറ്റ്സൊക്കെ കത്തിച്ച് വെക്കുക, വീടിനകത്ത് ഫുള്ള് എനിക്ക് അതൊക്കെ എന്താ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈ ഓണത്തിന് ഫുഡ് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനെ കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ട് കൂടുമ്പോഴത്തേന് ഭയങ്കര അടിപൊളിയല്ലേ. പക്ഷെ എന്താ അടിപൊളി ഈ കൊച്ചൊക്കെ കാരണം. സാരമില്ല, അതൊക്കെ ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി 2-3 വർഷം കഴിയുമ്പോഴത്തേന് എനിക്ക് ഇവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കിട്ടുന്ന കുറച്ച് ടൈമൊക്കെ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വാല്യുബിൾ മൊമെൻറ്റ്സ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം കൊച്ചുങ്ങളൊക്കെ വളർന്ന് വരികയാണ്. ഇനി എനിക്ക് ബാക്ക് ടു അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതെല്ലാം ഒരു മെമ്മറീസാണ്. എനിക്കും പറയുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യണം? എന്ത് അപ്പം ഇന്ന് ദീപാവലിയൊക്കെ ആയിട്ട് പിള്ളേർക്കൊന്നും സ്കൂളിൽ പോകണ്ട. എല്ലാ വീടുകളിലെയും മക്കളൊക്കെ അടിപൊളിയായിട്ട് കളിക്കുകയൊക്കെ ആയിരിക്കല്ലേ. അപ്പോൾ ഇവരുടെ എക്സാം കഴിഞ്ഞിട്ടില്ല, ഇനി എക്സാംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ആരെയൊന്ന് വിക്കറ്റ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതെല്ലാം കളിച്ച് കഴിയുമ്പോഴത്തേന് നമ്മളാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ എനിക്കുണ്ടല്ലോ ഞാൻ ക്ലീനൊക്കെ ചെയ്യും, പക്ഷേ പിള്ളേരെ കൊണ്ട് തന്നെ ഞാൻ എടുത്തിടിപ്പിക്കാറുണ്ട് കേട്ടോ. 2 ബാഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ട് ഈ ഒരു കുട്ടി ബാഗിനകത്ത് ഇടും. ഈ ഒരു ബാഗിൻ്റെ കാര്യം ഞാൻ പറയട്ടെ, ഞാൻ സിയാമോന് വാങ്ങിച്ച ഫസ്റ്റ് ബാഗാണ്. എനിക്ക് തോന്നുന്നു അവൻ്റെ ഒരു 2 വയസ്സിൽ വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഞാൻ ഓഫീസിൽ പോയിട്ട് വന്ന സമയത്ത് മാക്സിൽ കയറി വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്തോ ഞാൻ അതിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ സാധനങ്ങളെ കിട്ടി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ യാശു അത് തൂക്കി പിടിച്ച് ഇവിടുന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറക്കിടാനാണ് ഞാനീ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു സങ്കടമൊക്കെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞ്. അപ്പോൾ ഒരു സമാധാനം കിട്ടി. ഇനി നേരെ വന്ന് ബിരിയാണി എടുക്കാം. അപ്പോൾ ആദ്യം എടുത്ത സ്പൂൺ സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്പൂൺ തിരിച്ചെടുത്തിട്ട് തരാം. ആ സമയത്ത് എൻ്റെ കൊച്ചു വെച്ചോ. ഗുഡ് ഗേൾ. ഹൈ ഫൈവ് എല്ലാം വെച്ചോ. ഹൈ ഫൈവ്. ഓക്കെ, ടാറ്റാ. നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷിച്ചൊന്നും ഇരിക്കത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ താല്പര്യമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ മുഖം കണ്ടുകൊണ്ട് പറഞ്ഞതാട്ടോ. സാരമില്ല. അപ്പം നമുക്കിനി ബിരിയാണി കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. പക്ഷേ ഈ ഒരു സന്തോഷമൊക്കെ പോയി കിട്ടും. അതെന്താ കാര്യമെന്ന് പറയാം. മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി എന്നോട് 2-3 പേര് ചോദിച്ചു. പക്ഷേ സത്യം പറയണമല്ലോ, ഞാൻ ഇടണമെന്ന് വിചാരിച്ചത് എൻ്റെ മടിയും എൻ്റെ ഒരു വയ്യാഴികയും കാരണമാണ് ഞാൻ ഇടാത്തത്. ഞാൻ ഒട്ടനെ തന്നെ പോസ്റ്റ് ചെയ്യാം, ഭയങ്കര എളുപ്പമുള്ളതാട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2-3 പേരുടെ വീഡിയോസ് കണ്ടിട്ട് പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ചൊരു സിഗ്നേച്ചർ സ്റ്റൈലും കൂടെ കേട്ടിട്ടാട്ടോ ഞാൻ ഈ ഒരു ബിരിയാണി വെക്കുന്നത്. സത്യം പറഞ്ഞുള്ളൂ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ 2ാമതാണ് വെക്കുന്നത്. അന്നുണ്ടാക്കിയ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇല്ലേ, ആ സെയിം തന്നെയാണ് ഇതും. പിന്നെ അന്നിട്ടപ്പം ഈ ഒരു പോട്ട്, അതായത് ബിരിയാണി വെച്ചേക്കുന്ന പോട്ട് എന്നോട് എവിടെ നിന്നാണെന്ന് ചോദിച്ച് അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാട്ടോ. ഒരു 5 പീസ് സെറ്റായിരുന്നു. പക്ഷെ നല്ല അടിപൊളി സാധനമാണ്. ഈ ഒരു സ്പൂൺ ഇതിൻ്റെ അകത്തിട്ട് സ്ക്രാച്ച് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് എടുക്കുന്നതാണ്. മാത്രമല്ല ഈ പോട്ടൊക്കെ ഇവിടെ വെക്കുമ്പം ഇങ്ങനെയുള്ള സ്പൂണുകളൊന്നും ഞാൻ കയ്യിൽ ഇവിടെ എടുത്ത് വെക്കാറില്ല കേട്ടോ.
ഇപ്പം ഞാൻ ഈ ബൾബ് എത്തിയണക്ക് ആലോചിക്കുന്നത് എന്താണെന്നറിയാമോ, എനിക്ക് എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ തോന്നി. വേറെ ഒന്നുമല്ല, ഉപ്പിടാൻ മറന്നോ എന്നൊരു സംശയം തോന്നി. സംശയം മാത്രമല്ല, സത്യമായിരുന്നു കേട്ടോ. സാധാരണ ഇച്ചിരി ഉപ്പ് കൂടിയാലേ ഉണ്ടായിരുന്നുള്ള പ്രശ്നം, ഇടാൻ മറന്നിട്ടൊന്നുമില്ല ഇന്നേ വരെ. എൻ്റെ കയ്യിൽ കല്ലുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേനെ. സാരമില്ല, ഇപ്പം എങ്ങനെയൊക്കെയോ ഞാൻ എന്തൊക്കെയോ ഒപ്പിച്ചെടുക്കുവാണ്. എന്താ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നതെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ആശിച്ച് അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ വെച്ചിട്ടൊന്ന് ഉപ്പ് കുറവെന്ന് പറയുമ്പോൾ ഒരു 1.5 കുറവ് തന്നെയല്ലേ ഈശ്വര. റെഡിയാക്കി ഉപ്പിടാൻ മറന്നു. അയ്യോ, ഇന്ന് ഞാൻ ഡെഡാവും. ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ബിരിയാണി, പക്ഷേ ഉപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കല്ലേ. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. കൊടുത്തു നോക്കാം. ഏട്ടനൊന്നും മിണ്ടാണ്ട് അവിടെ നിന്ന് കഴിച്ചപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം കേട്ടോ. പിന്നെ ഞാൻ ഏട്ടൻ്റെ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഞാൻ കൊച്ചിനും കൊടുത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഓക്കെയാണ്. ഇതോ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല, കൊള്ളാം എന്ന് പറഞ്ഞു ബിരിയാണി. അയ്യോ, ഓർക്കണ്ട. ഏട്ടൻ കഴിച്ചിട്ട് ലാസ്റ്റ് പറയാറായപ്പോഴത്തേന് പറഞ്ഞേ ഉപ്പ് കുറവാണ്. ഞാൻ പറഞ്ഞ ഓക്കെ ഞാൻ ഇടാൻ മറന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ചോറ് വേവിച്ചപ്പോഴത്തേന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് ബിരിയാണി വെക്കുന്ന വീഡിയോ എടുക്കാമെന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണം, എനിക്കങ്ങ് വയ്യ. ഞാൻ ഇതുവരെയും 2 കോഫി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. പക്ഷെ എന്തോ ഫുഡ് കഴിക്കാനൊന്നും തോന്നുന്നില്ല. മോന് ഇതുവരെ കയറിയിട്ടില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഓർമ്മയിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഉപ്പിടാൻ സാധാരണ അങ്ങനെ മറക്കുന്നില്ല, ഇട്ടാൽ കൂടിപ്പോവെങ്കിലേ ഉള്ളൂ. പക്ഷേ ഉപ്പ് വിട്ടുപോയെന്ന് തോന്നുന്നു. ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് ഓരോന്നോരോന്ന് നോക്കിയെടുത്തപ്പോഴത്തേനും. സാരമില്ല, ഈ വ്ളോഗാണ് ഏട്ടൻ കയറി കാണുമെങ്കിൽ മാത്രമേ മനസ്സിലാത്തുള്ളൂ ഞാൻ ശരിക്കും മറന്നിട്ടാണ് ഉപ്പിടാൻ മറന്നതാണെന്ന്. അരി വേവിച്ചപ്പോഴും ഇട്ട് ചിക്കനിൽ കുറച്ച് മിക്സ് ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ വലിയ പ്രശ്നമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ ഈ കല്ലുപ്പ് ഇരിപ്പില്ല എൻ്റെ കയ്യിൽ, ഞാനത് ഉപയോഗിക്കാറില്ല. അപ്പോൾ പിന്നെ മറ്റേ ഡൈല്യൂട്ട് ചെയ്തിട്ട് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈസും കൂടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി വൈകിട്ടത്തേക്ക്. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഇടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒത്തിരി ഗ്രേവി ആയിപ്പോയി. അപ്പോൾ അതിനകത്തിന് ഞാൻ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ചും കാര്യങ്ങളും ഒക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ ചുമ്മാ എടുത്തതാട്ടെ. എനിക്കിങ്ങനെ തോന്നിയപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു നോർമലായിട്ടുള്ള കുഞ്ഞൊരു ദീപാവലിയുടെ ഇത് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ദീപാവലിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുണ്ടോ? അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലുണ്ടോ ദീപാവലിക്ക് സ്പെഷ്യലായിട്ട്? എനിക്കറിയില്ല. ഇതിപ്പോൾ ദീപാവലി ആയതുകൊണ്ട് വെച്ചതല്ല, ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇന്നെന്തായാലും അതങ്ങ് വെക്കാം, നിങ്ങൾ വാങ്ങിച്ചിന് സമയം കളയണ്ട. പിന്നെ മാത്രമല്ല തേങ്ങയൊന്നും ഇരിപ്പില്ല കേട്ടോ. ഇനി അതൊക്കെ ഒരു ടാസ്ക്കാണ്. ഒന്നാമത് വയ്യ. അപ്പം പിന്നെ ഇന്നെന്തായാലും ഇങ്ങനെ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചു. ഇനി നാളെ മോന് സ്കൂളുണ്ട്, പിന്നെ എക്സാംസ്, ഇനി 2 എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനിനി അതിൻ്റെ പുറയിലാണ്. എന്തായാലും ഞാൻ ഇനിയൊരു നാപ്പ് എടുക്കുകയാണ്. മോന് ഉള്ള ഫുഡ് ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്നത്തേന് എന്നെ വിളിക്കും, ഞാൻ തന്നെ എടുത്ത് കൊടുക്കണം. അപ്പോൾ എന്താ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എന്താ പറയുക, കുഞ്ഞു പെട്ടെന്ന് എടുക്കുന്നതൊക്കെ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസിലൂടെ പറയട്ടോ. അപ്പോൾ ഞാൻ ഇത് കണക്കുള്ള കുട്ടി വീഡിയോസ്, മറ്റേതാകുമ്പോൾ ലോങ് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതിന് മുന്നായിട്ട് 2 മാസം മുന്നെയാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. എൻഗേജ്മെൻറ്റ്, എൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻറ്റ് വ്ളോഗ്. അതിനുശേഷം ഞാൻ ഇപ്പോഴല്ലേ വരുന്നത്. അപ്പോൾ ഇത് കണക്കുള്ള കുട്ടി പെട്ടെന്നുള്ള ലോങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ പറയാം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ, ഇതുപോലെയുള്ളത്. അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ടാറ്റാ.